ഇന്ന് നമുക്ക് ഈ ബോട്ടിൽ വെച്ചൊരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ബോട്ടിൽ മാത്രമല്ല വേണ്ടത്, കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് വേണം. അതിലിതുപോലെ ഞാൻ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മാക്രമേ ത്രെഡാണ്. പിന്നെ ഈർക്കിലാണ് എടുത്തിരിക്കുന്നത്. കാർഡ്ബോർഡ് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. 2 കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തത് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കാർഡ്ബോർഡിൻ്റെ പീസിന് പകരം മരത്തിൻ്റെ ഒരു പീസ് എടുത്താലും മതി, റൗണ്ട് ഷേപ്പിലായിരിക്കണം കേട്ടോ. ഞാൻ അവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് നമ്മുടെ കുപ്പി ഒട്ടിച്ച് വയ്ക്കാനാണ്. പക്ഷെ അതിപ്പോഴല്ല, ഞാനിതുപോലെ നമ്മുടെ ഇറുക്കിലൊക്കെ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ആ സൈസിനേലും കുറച്ചും കൂടി നീളത്തിലാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതുപോലെ ഒന്ന് നീളത്തിലെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ ഗം വെച്ചിട്ട് നമ്മുടെ ആ കാർഡ്ബോർഡിൽ ഒട്ടിച്ച് കൊടുക്കണുണ്ട്. കാർഡ്ബോർഡിന് ചുറ്റുമായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈർക്കിൽ മുറിച്ചെടുക്കുമ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ കുപ്പിയുടെ ഹൈറ്റും പിന്നെ അതിലും ഇത്തിരിയും കൂടി നീളത്തിലായിട്ട് വേണം കേട്ടോ നോക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ ഊരിയിട്ട് നേരെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ആ കുപ്പി നടുവിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി ആ ഈർക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെയാണ് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി വേണ്ടത് നമ്മുടെ മാക്രമേ ത്രെഡാണ്. മാക്രമേ ത്രെഡ് ഒന്നും വേണമെന്നില്ല, നമുക്കൊന്നില്ലെങ്കിൽ ജൂട്ട് റോപ്പ് എടുക്കാം, ചാക്കുനൂല്, അല്ലെന്നുണ്ടെങ്കിൽ ക്രോഷ്യേൻ്റെ ഒക്കെ യൂസ് ചെയ്യണ നൂല് നമുക്ക് എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനിത് എടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നല്ല മുറുക്കി പിടിച്ചിട്ട് ഇതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് താഴെ ഭാഗത്തും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി അത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റോ എന്ത് പ്ലാന്റ് വേണമെങ്കിലും ഇട്ട് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ജില്ലൻ വന്ന് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാമല്ലോ. അതിനകത്ത് വെള്ളം നമുക്ക് പ്രശ്നമില്ലല്ലോ, ഇട്ട് വയ്ക്കാം. ഇതുപോലെ ഞാൻ പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.